എക്സിറ്റ് പോളുകളിലെ കണക്കുകളെല്ലാം തകർന്നുകൊണ്ട് ഇടതുപക്ഷത്തിന്റെ മൂന്നാം ഭരണമെന്ന സ്വപ്നം തകർന്നതോടെ CPMന്റെ അണികളും നേതാക്കളും കമ്മിക്കൂട്ടങ്ങളുമെല്ലാം കല്ലിതുള്ളി നിൽക്കുകയാണ്. CPMനെ 36 സീറ്റുകളിലായി ചുരുക്കിയത് പിണറായി വിജയനും ഗോവിന്ദൻ മാഷും ആണെന്നാണ് നേതാക്കളും അനുയായികളും പറയുന്നത്. ഓരോ മണ്ഡലത്തിലും സ്ഥാനാർത്ഥികളെ നിർത്തിയത് കുടുംബ ബന്ധങ്ങളിൽ നിന്നുള്ളവരെ ആണെന്നാണ് നേതാക്കൾ പറയുന്നത്. പാർട്ടിയുമായി ഒരു ചർച്ചയും നടത്താതെയാണ് സ്വന്തം ഇഷ്ടപ്പെട്ട പ്രകാരം ഗോവിന്ദൻ മാഷും പിണറായിയും തീരുമാനമെടുത്തതെന്നാണ് നേതാക്കൾ പറയുന്നത്. CPM യോഗം ചേരുമ്പോൾ തോൽവിയുടെ ധാർമ്മിക ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് സംസ്ഥാന സെക്രട്ടറി രാജിവെക്കണമെന്നാണ് നേതാക്കൾ പറയുന്നത്. CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനെതിരെ സമൂഹ മാധ്യമങ്ങളിൽ രൂക്ഷമായ വിമർശനമാണ് നടക്കുന്നത്. തെരഞ്ഞെടുപ്പ് പരാജയവുമായി ബന്ധപ്പെട്ടുള്ള CPM സംസ്ഥാന സെക്രട്ടേറിയറ്റിന്റെ കുറിപ്പ് പങ്കുവച്ചുള്ള MV ഗോവിന്ദന്റെ ഫേസ്ബുക്ക് പോസ്റ്റിന് താഴെയാണ് CPM അനുകൂല അക്കൗണ്ടുകളിൽ നിന്ന് രൂക്ഷമായ കമന്റുകൾ ഉയർന്നത്. 2021 67 സീറ്റുകളിൽ ജയിച്ച CPM ഇത്തവണ 26 സീറ്റുകളിലേക്കാണ് കൂപ്പുകുത്തിയത്. തെരഞ്ഞെടുപ്പിലുണ്ടായ പരാജയം അപ്രതീക്ഷിതമാണെന്നും പരാജയത്തെ അംഗീകരിച്ചുകൊണ്ട് പോരായ്മകൾ തിരുത്തുന്നതിന് ആവശ്യമായ നടപടി സ്വീകരിക്കുമെന്നായിരുന്നു CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് കഴിഞ്ഞ ദിവസം പുറത്തിറക്കിയ പ്രസ്താവനയിൽ പറയുന്നത്. ഈ പ്രസ്താവന പങ്കുവച്ചുള്ള MV ഗോവിന്ദന്റെ ഫേസ്ബുക്ക് പോസ്റ്റിലാണ് അദ്ദേഹത്തിനെതിരെ രൂക്ഷമായ ഭാഷയിൽ കമന്റുകൾ വന്നു തുടങ്ങിയത്. MV ഗോവിന്ദൻ പാർട്ടി സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് മാറി നിൽക്കണമെന്നാണ് ഭൂരിപക്ഷം കമന്റുകളിലെയും അഭിപ്രായം. പകരം M സ്വരാജിനെയോ P ജയരാജനെയോ പാർട്ടി സെക്രട്ടറി ആക്കണമെന്നും CPM അനുകൂലിക്കുന്ന ആളുകൾ എന്ന് കരുതുന്ന കമന്റുകൾ പറയുന്നുണ്ട്. MV ഗോവിന്ദൻ സെക്രട്ടറിയായി ഇരിക്കുന്നത് വൻ പരാജയമാണെന്നും സമൂഹ മാധ്യമങ്ങളിലെ വിമർശകർ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. എതിർപ്പുകൾ മറികടന്ന് തളിപ്പറമ്പിൽ ഭാര്യ PK ശ്യാമളയ്ക്ക് സീറ്റ് ഉറപ്പിച്ചതടക്കം MV ഗോവിന്ദൻ പാർട്ടിയുടെ തോൽവിക്ക് ആക്കം കൂട്ടിയെന്നും വിമർശകർ ചൂണ്ടിക്കാട്ടുന്നു. ഞാനും ഭാര്യയുമല്ല വരേണ്ടത്, ജനം അംഗീകരിക്കുന്നവരാണ് വരേണ്ടത്, അതല്ലേ പാർട്ടിക്ക് കണ്ണൂരിൽ തിരിച്ചടി ഉണ്ടായത് എന്നാണ് കമന്റുകൾ എല്ലാം തന്നെ വരുന്നത്. നെഞ്ചോട് ചേർത്ത് പിടിക്കുന്ന ഈ പാർട്ടിയെ ഇല്ലാതാക്കല്ലേ എന്ന അഭ്യർത്ഥന മാത്രം എന്നായിരുന്നു പോസ്റ്റിന് താഴെ വരുന്ന കമന്റുകൾ. MV ഗോവിന്ദൻ പാർട്ടി സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് മാറിയില്ലെങ്കിൽ ബംഗാളിലെ പാർട്ടിയുടെ അവസ്ഥയാകും വരാനിരിക്കുന്നതെന്ന് മറ്റൊരു അഭിപ്രായം വരുന്നുണ്ട്. മുന്നിൽ വരുന്നവരെ കണ്ടാൽ ഒന്ന് മിണ്ടാനെങ്കിലും പറ്റണം സഖാവേ എന്നായിരുന്നു മറ്റൊരാളുടെ കമന്റ്. അല്ലെങ്കിൽ ഒന്ന് മുഖത്ത് നോക്കി ചിരിക്കാനെങ്കിലും ശ്രമിക്കണമെന്ന് മറ്റൊരു കമന്റ് ഉണ്ട്. നേതാക്കന്മാർ നേരിട്ട് അഭിപ്രായം പറഞ്ഞാൽ പാർട്ടി നയങ്ങൾക്ക് വിരുദ്ധമാണ്, അച്ചടക്ക നടപടി ഉണ്ടാകും, അല്ലെങ്കിൽ പാർട്ടിയിൽ നിന്നും പുറത്താക്കും, അല്ലെങ്കിൽ സസ്പെൻഷൻ ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് കടക്കുമെന്നതുകൊണ്ടാണ് ഗോവിന്ദൻ മാഷിന്റെ ഫേസ്ബുക്ക് പേജിന് താഴെ തന്നെ CPM അനുകൂല കമന്റുകൾ ഇങ്ങനെ, അതായത് CPMനെ അനുകൂലിക്കുന്നവർ തന്നെ ഗോവിന്ദൻ മാഷ് മാറണമില്ലെങ്കിൽ പാർട്ടി തകർന്ന് തരിപ്പണമാകും, ബംഗാളിലടക്കം സംഭവിക്കുന്ന ഒരവസ്ഥ ഇനി കേരളത്തിലേക്കും ഉണ്ടാകുമെന്ന ഒരു കമന്റുകളുടെ ഒരു ഒഴുക്ക് തന്നെ ഇന്നലെ മുതൽ ഗോവിന്ദൻ മാഷിയുടെ ഫേസ്ബുക്ക് പോസ്റ്റിന് താഴെ വന്നുകൊണ്ടിരിക്കുകയാണ്. അതായത് കരിതുള്ളി നിൽക്കുകയാണ് CPMലെ അണികളും സഖാക്കന്മാരും. അതായത് പിണറായി വിജയനും ഗോവിന്ദൻ മാഷും കൂടെ ചേർന്നെടുത്ത ഒരു തീരുമാനമാണ് പാർട്ടിയെ തന്നെ തകർത്ത് തരിപ്പണമാക്കിയതെന്നാണ് നേതാക്കന്മാർ ഒന്നടക്കം പറയുന്നത്.